ഹായ് ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞാൻ ഇന്നത്തെ ഒരു ദിവസത്തെ പ്രത്യേകതയുണ്ട്. ഇന്ന് ഓഗസ്റ്റ് 7 എൻ്റെ യൂട്യൂബ് ചാനലിന് ഇന്ന് ഒരു വർഷമാവാണ്. അപ്പോൾ എനിക്ക് 1220 സബ്സ്ക്രൈബേഴ്സാണ് ഇപ്പോൾ ഉള്ളത്. പിന്നെ അതുപോലെ വാച്ച് ഹവേഴ്സ് കാര്യങ്ങൾ എനിക്ക് കൂടാനുണ്ട്. അപ്പോൾ സെലിബ്രേഷനോ കാര്യങ്ങളായിട്ടൊന്നും നടത്തുന്നില്ല. അപ്പോൾ നിങ്ങളടുത്ത് ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ വന്നത്. പിന്നെ എന്താ വെച്ചാൽ ഇത്രയും കാലം എൻ്റെ യൂട്യൂബിൻ്റെ ചാനലിൻ്റെ പേര് ഡാൻസ് ലവർ സ്വാതി എന്നായിരുന്നു ചാനലിൻ്റെ പേര്. അപ്പോൾ ഇന്ന് എന്തോ ഒഫീഷ്യലി മാറ്റാണ്. കാരണം ഞാൻ ആ ഒരു പേര് ഞാനും എൻ്റെ വുഡ്ബിയും കൂടിയിട്ടാണ് യൂട്യൂബ് ചാനൽ തുടങ്ങിയത്. അപ്പോൾ ആ ഒരു ടൈമിലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡാൻസ് കുറച്ച് ഫോക്കസ് ചെയ്യാം. അപ്പോൾ ഡാൻസിനെ കുറിച്ചുള്ള കാര്യങ്ങൾ കുറച്ച് ഇടാമെന്ന് വിചാരിച്ചിട്ടാണ് തുടങ്ങിയത്. അത് പക്ഷെ നടന്നില്ല. ഒന്നാമത് എനിക്ക് മടിയായിട്ടാണ്. പിന്നെ കുറച്ച് കാര്യങ്ങൾ വീഡിയോ എടുക്കാൻ പറ്റുന്നില്ല, വീഡിയോ എടുത്ത് തരാൻ ആളില്ല, അങ്ങനത്തെ കുറച്ച് പ്രശ്നങ്ങളും കാര്യങ്ങളും ഉണ്ടായിരുന്നു. അപ്പം ഞാൻ വിചാരിക്കുന്നു ഇനി ഓൾറെഡി ഒരു വർഷമായല്ലോ, അപ്പോൾ കുറച്ചും കൂടി ഞാൻ ഇതിൽ ഡാൻസ് കാര്യങ്ങളിൽ എനിക്ക് കുറച്ചും കൂടി നല്ല രീതിയിൽ കൊണ്ടുപോകാൻ പറ്റണമെന്നുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ മാക്സിമം ഞാൻ ശ്രമിക്കും. ഡാൻസിനെ കുറച്ച് ഫോക്കസ് ചെയ്തിട്ട് ഞാൻ ഇടാൻ നോക്കും അത്. അപ്പോൾ ഞാൻ എൻ്റെ ഒഫീഷ്യലി പേര് മാറ്റി എന്താണെന്നുള്ളത് കാണിച്ചു. അപ്പോൾ ഒഫീഷ്യലി നെയിം ചേഞ്ച് ചെയ്തതാണ്. സ്വാതീസ് ഒഫീഷ്യൽ ചാനൽ എന്ന് പറഞ്ഞിട്ട് നെയിം ചേഞ്ച് ചെയ്തു. അതേപോലെ നമ്മൾ ഹാർഡിനകത്ത് നമുക്ക് മെയിൽ ഉണ്ടാവുമല്ലോ, മെയിലിൻ്റെ നെയിമും കൂടി ചേഞ്ച് ചെയ്യാണ്. സ്വാതീസ് ഒഫീഷ്യൽ ചാനൽ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ചത് അപ്പോസ്ട്രഫീസ് എസ് ഇടുമ്പം വരുമെന്ന് വിചാരിച്ചു. പക്ഷേ അതിൻ്റെ അകത്ത് ക്യാരക്ടർ മിസ്റ്റേക്ക് എന്ന് പറഞ്ഞിട്ട് കാണിച്ചു. പിന്നെ അത് ചേഞ്ച് ചെയ്തു. അപ്പോഴാണ് സേവ് ചെയ്യാൻ പറ്റിയത്. അപ്പോൾ നിങ്ങളെ യൂട്യൂബിൻ്റെ ലിങ്കിലേക്ക്, അതായത് HTTP എന്ന് പറഞ്ഞിട്ടുള്ള മെയിൽ ലിങ്കിലേക്ക് ഇത് ഓട്ടോമാറ്റിക്കലി പോകും. പാസ്വേഡ് കാര്യങ്ങളൊന്നും ചേഞ്ച് ആവില്ല. ഇത് മെയിലിൻ്റെ പേര് മാത്രമേ ചേഞ്ച് ആക്കുള്ളൂ. അപ്പോൾ നിങ്ങൾ മെയിലിൻ്റെ പാസ്വേഡ് കാര്യങ്ങൾ ചേഞ്ച് ആക്കണമെങ്കിൽ നിങ്ങൾ മെയിലിൻ്റെ അകത്ത് തന്നെ സാധാരണ നമ്മൾ മെയിലിൻ്റെ അകത്ത് ചേഞ്ച് ചെയ്യുന്ന പോലെ തന്നെ നമ്മൾ ചേഞ്ച് ചെയ്യാൻ ശ്രമിക്കണം. അപ്പോൾ യൂട്യൂബ് ചാനൽ എന്ന് പറയുന്നത് തുടങ്ങുന്നത് എല്ലാവരും പറയും ഭയങ്കര എളുപ്പമാണ്, വീഡിയോസ് ഇട്ടാൽ പോരെ, അങ്ങനെ ഇങ്ങനെ. സത്യം പറഞ്ഞാൽ പോരാ. നമ്മൾ കുറച്ച് നല്ലോണം എന്താ പറയുക, നമ്മൾ കുറച്ച് കാര്യമായിട്ട് യൂട്യൂബ് ചാനലിനെ നോക്കിക്കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് അതിൻ്റെ അകത്ത് നിന്ന് എന്തെങ്കിലും കാര്യമുള്ളൂ. റവന്യൂ കിട്ടുക അത് മാത്രമല്ല, പക്ഷേ കുറച്ച് ആൾക്കാർ നമ്മളെ വീഡിയോ നോക്കണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ അകത്ത് കുറച്ച് റിസ്ക് എടുക്കണം. ഇപ്പം സത്യം പറഞ്ഞാൽ എൻ്റെ യൂട്യൂബിൻ്റെ അകത്ത് അത്ര വലിയ ലൈക്സോ കമൻസോ വ്യൂസോ അങ്ങനെയൊന്നുമില്ല. അപ്പം നമ്മളത് കൊണ്ടുവരണമെങ്കിൽ അത്രയും നല്ല രീതിയിലൊരു ക്യാപ്ഷൻസോ പുതിയ കണ്ടൻസോ കാര്യങ്ങൾ കൊണ്ടുവരണം. അപ്പോൾ കുറച്ച് സപ്പോർട്ടിങ് കാര്യങ്ങൾ നമുക്ക് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ നമുക്കിത് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. ആരെങ്കിലുമൊക്കെ ആയിട്ട് സപ്പോർട്ട് ചെയ്യാനോ, പിന്നെ വീഡിയോ എടുക്കേണ്ട ബുദ്ധിമുട്ട്, ലൈറ്റിംഗ് ബുദ്ധിമുട്ട്, അങ്ങനത്തെ കാര്യങ്ങൾ വരുമ്പോഴാണ് പ്രശ്നം വരിക. അപ്പോൾ നിങ്ങളതൊക്കെ നോക്കുക. അപ്പോൾ എൻ്റെ ഇൻട്രൊഡക്ഷൻ വീഡിയോ കണ്ടു, നിങ്ങളതേപോലെ ചാനലിൻ്റെ നെയിം കണ്ടു. അപ്പോൾ എല്ലാവരും ഒന്നും കൂടി നിങ്ങൾ ആലോചിക്കുക. സ്വാതീസ് ഒഫീഷ്യൽ ചാനൽ എന്നാണ് എൻ്റെ യൂട്യൂബിൻ്റെ പുതിയ നെയിം. അപ്പോൾ നിങ്ങൾ സെർച്ച് ചെയ്യുമ്പം ഡാൻസ് ലവർ സ്വാതി എന്നത് മാറ്റിയിട്ട് സ്വാതീസ് ഒഫീഷ്യൽ ചാനൽ വെക്കുക. ഞാൻ ഈ പേരിടാൻ കാരണം ഞാൻ ഡാൻസ് മാത്രമല്ല ഇടുന്നത്, അത്യാവശ്യം ഞാൻ കുക്കിംഗ് ഇടുന്നുണ്ട്. കുക്കിംഗ് ചെയ്യാൻ എനിക്ക് ഇഷ്ടമുള്ളതുകൊണ്ട് കുറച്ച് കുക്കിങ്ങിൻ്റെ വീഡിയോസ് ഞാൻ ചെയ്യാറുണ്ട്. പിന്നെ കുറച്ച് ഇങ്ങനെ ലോക്കലായിട്ടുള്ള കാര്യങ്ങളും ഞാൻ ഇടാൻ വിചാരിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ ഒരു പേരിട്ടത്. കാരണം എല്ലാം നമുക്ക് ഉൾപ്പെടുത്താമല്ലോ, ഡാൻസ് മാത്രമല്ല. അതുകൊണ്ട് എല്ലാവരും ചാനൽ കാണുക. ഇത്രയും കാലം സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും നന്ദി. അപ്പോൾ എല്ലാവരും കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇപ്പം തന്നെ എനിക്ക് സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. ഞാൻ ഒരുപാട് അങ്ങനെ വേണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല, പക്ഷേ ഉള്ളതുകൊണ്ട് ഞാൻ ഓക്കെയാണ്. എന്നാലും സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നവർക്ക് സപ്പോർട്ട് ചെയ്യാം. വീഡിയോക്ക് ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യുക. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുമ്പം ബെൽ ബട്ടൺ കൂടി അടിക്കാൻ നിങ്ങൾ മറന്നു പോകരുത്. അപ്പോൾ പിന്നെ കാണാം നമുക്ക്. ബൈ.